ഈ നമ്മളിപ്പോ ഈ അടുത്ത ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയ കത്തുക എന്ന് പറഞ്ഞ ഒരു ടൈം ഇപ്പൊ വന്നത് മോഹൻലാൽ ലാലേട്ടൻ മീശ എടുത്തപ്പോഴാണ്. 8-9 വർഷത്തിന് ശേഷമാണ് അതെ അതെ അദ്ദേഹത്തിന്റെ പഴയ ലുക്കിൽ കണ്ടത്. ഒരു റിവ്യൂവർ എന്നുള്ള രീതിയിൽ അടുത്ത ഇപ്പൊ തരൺമൂർത്തിയുടെ ഒരു സിനിമ ഇപ്പൊ തുടരും ഇറങ്ങുന്നതിന് മുൻപ് അശ്വന്ത് ഒരു റിവ്യൂവിൽ പറഞ്ഞത് ഭയങ്കര പ്രതീക്ഷയാണ് പറഞ്ഞത് തരൺമൂർത്തിയുടെ സിനിമയെ പറ്റി. അതെ അതെ അതുപോലെ തന്നെ ആ സിനിമ അത് മീറ്റ് ചെയ്യുകയും ചെയ്തു. ഇപ്പം അടുത്ത ഒരു സിനിമ വരുന്നില്ല, ലവലാഞ്ചൻ എന്നാണ് എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ പോസ്റ്റർ. ക്യാരക്ടർ അപ്പൊ മീശ മാത്രം വെച്ച് താടി വടിച്ച ഒരു ലാലേട്ടനെ കാണാൻ വേണ്ടിയിട്ട് എന്താണ് ആ സിനിമ ലാലേട്ടൻ ഈ ലുക്ക് വെച്ചിട്ട് പ്രതീക്ഷകൾ എന്തായിരിക്കും? അല്ല, തരൺമൂർത്തി സിനിമ ആയതുകൊണ്ട് തന്നെ ലുക്ക് വെച്ചിട്ടല്ല തന്നെ പ്രതീക്ഷയുണ്ട്. പിന്നെ ലാലേട്ടൻ്റെ കേസ് എന്നെ ഇപ്പം കുറച്ച് കഴിഞ്ഞ ലാസ്റ്റ് വീക്ക് ലാലേട്ടൻ്റെ ഈ പിക്ചേഴ്സ് വന്നതിന് ശേഷം, വീഡിയോസ് വന്നതിന് ശേഷം എൻ്റെ പഴയ ഞാൻ പണ്ട് ലാലേട്ടൻ്റെ ഈ പോസ്റ്റ് ഓഡിയൻ പീരീഡിൽ വന്ന സിനിമകൾ ഞാൻ റിവ്യൂ ചെയ്ത ക്ലിപ്സ് ഉണ്ടല്ലോ, അതിൽ ഞാൻ ലാലേട്ടനെ നിശ്ചിതമായി വിമർശിച്ചത് ലാലേട്ടൻ്റെ ഫേസ് അനങ്ങുന്നില്ല, ഐ ബാഗ് ഇല്ല, മറ്റേ പറഞ്ഞിട്ട് ഓഡിയൻ്റെ കേസ് അറിയാലോ. അപ്പൊ അത് വെച്ചിട്ട് എന്നെ പൂരത്തെറിയാം, ഇൻസ്റ്റയിലൊന്നും തെറിക്ക് കണക്കില്ല. ഇറങ്ങി വാടാന്നെല്ലാം പറഞ്ഞിട്ട് ഇപ്പം എന്താടാ കാണടാ, ഇപ്പം എന്താടാ നീ അങ്ങനെ പറഞ്ഞടാ ഇങ്ങനെ പറഞ്ഞു. അപ്പം അതിനൊരു മെഡിക്കൽ സയൻസിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടല്ലോ അതിന്. അപ്പം അതിന് ടൈം ഉണ്ടായിരുന്നു, അത് ആൾക്കാർക്ക് അറിയായിരുന്നു, അതായത് വിവരമുള്ള ആൾക്കാർക്ക് അന്നേ അറിയായിരുന്നു ഇത് ഇറ്റ് വിൽ ടേക്ക് ഒരു 6-7 years എടുക്കുന്നു. ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ ആ ഒരു സൈഡ് എഫക്റ്റ് മാറാൻ വേണ്ടി അത്രയും സമയം ആവശ്യമായിരുന്നു. അപ്പം അതുകൊണ്ട് അത്രയും കാലം ഞാനായിട്ട് താടി വെച്ച് അഭിനയിച്ചേ. കാരണം ആ സമയത്ത് താടി എടുത്ത പ്രശ്നമായിരുന്നു. അത് എടുത്തപ്പോഴും നമ്മൾ കണ്ടതോ ഏതോ ഒരു 1-2 പടം, എനിക്കൊന്ന് ബിഗ് ബ്രദറിലാണെന്ന് തോന്നുന്നു. കംപ്ലീറ്റ്ലി താടി എടുത്തിട്ടില്ല, അതുകൊണ്ട് ട്രിം ചെയ്തിട്ടുള്ളൂ. ഇതുപോലെ ചെയ്തിട്ടില്ല. ഇതുപോലെ ചെയ്താൽ അത് സംഭവം ആ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുള്ള സൈഡ് എഫക്റ്റ് കൊണ്ട് പറ്റൂലായിരുന്നു. ഇതതിന്റെ ടൈം, മെഡിക്കലി അതിന്റെ ടൈം കഴിഞ്ഞ് അത് റിക്കവർഡായി കംപ്ലീറ്റ്ലി. അപ്പൊ കറക്റ്റ് ടൈമിൽ തരൺമൂർത്തിക്ക് പ്രൊജക്ട് വന്ന് പുള്ളി പിന്നെ ലാലേട്ടനെ ഇപ്പം നിലവിൽ കണ്ടംപററി ലാലേട്ടൻ ഏറ്റവും നന്നായിട്ട് യൂസ് ചെയ്യാൻ അറിയുന്ന ആള് തരൺമൂർത്തിയാണ്. അത് അദ്ദേഹത്തിന് ഇന്റർവ്യൂസ് കണ്ടാൽ തന്നെ മനസ്സിലാവും. അപ്പം പുള്ളി അത് പെർഫെക്റ്റ്ലി യൂസ് ചെയ്യുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതൊരു അപാര സംഭവമായിരിക്കും. ഈ മെഡിക്കൽ ടൈം പറയുമ്പോൾ അതിനൊരു ആധികാരികത പരിശോധിച്ചിട്ടാണോ പറയുന്നത് ഇത്രയും മെഡിക്കൽ ഇത്ര? അല്ല, ഞാൻ കുറെ ഡോക്ടേഴ്സിന്റെ ഇത് വായിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. ഞാൻ അതുകൊണ്ടാണ് വേർഡ്സ് യൂസ് ചെയ്യാത്തത്. മനസ്സിലായി? ബോട്ടക്സ് എന്ന് ഞാൻ പറയാത്ത ബോട്ടക്സ് ആണെന്നുള്ള എനിക്കറിയില്ല. അത് വേറെയും ഫേസ് ലിഫ്റ്റ് വേറെ പലതും പറയുന്നുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് കുറെ ഡോക്ടേഴ്സ് എഴുതിയിട്ടുണ്ട് ലാലേട്ടൻ്റെ ഇതിനെക്കുറിച്ച്. അപ്പം അവർ ഇനി ഇതിപ്പം ഫസ്റ്റ് ഹാൻഡ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ട് പറയുന്നത് വെച്ചാൽ എനിക്കറിയില്ല. ഞാൻ ഈ ഡോക്ടേഴ്സ് എഴുതിയത് വായിച്ചിട്ടാണ് ഞാനിത് മനസ്സിലാക്കിയത്. ഇപ്പം ഈ മലയാളത്തിൽ ഏറ്റവും കൂടുതൽ ലോകത്ത് അറിയപ്പെടുന്ന ഒരു മലയാളിയാണ് മോഹൻലാൽ. അദ്ദേഹത്തിനെ പോലെ ഒരാളെ നിശിതമായി വിമർശിക്കുക, ലുക്കിനെ വിമർശിക്കുക, അല്ലെങ്കിൽ അഭിനയത്തിനെ വിമർശിക്കുക എന്നൊക്കെ പറഞ്ഞൊരു ഒരു സധൈര്യം വിമർശിക്കുമ്പോൾ ഉള്ളിൽ ശരിക്കും എപ്പോഴെങ്കിലും പേടിയുണ്ടാവും. ഇത്രയും ഫാൻ ഫോളോയിങ് ഉള്ള, ഇത്രയും മലയാളികൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഞാൻ വിമർശിക്കുന്നത്. അശ്വന്ത് ഗോക്കിന്റെ ബാല്യത്തിലും അശ്വന്ത് ഗോക്ക് എൻജോയ് ചെയ്ത സിനിമകൾ തന്നവരാണ് ഇവരെല്ലാം. അവരെയാണ് ഞാൻ വിമർശിക്കുന്നത്, ഇങ്ങനെ സംസാരിക്കേണ്ട ആവശ്യമില്ല എന്ന് അങ്ങനെ എപ്പോഴെങ്കിലും ഒരു ഉൾഭയം തോന്നിയിട്ടുണ്ടോ? അല്ലെങ്കിൽ അല്ലോ, ഇപ്പൊ ഞാൻ പേടിക്കേണ്ടാത്ത ഒരാളുണ്ടെങ്കിൽ ലാലേട്ടനായിരിക്കും. കാരണം ലാലേട്ടൻ അങ്ങനെ ഒരു അപാരമായിട്ടുള്ള ഒരു മനുഷ്യനല്ലേ ആസ് എ പേഴ്സൺ. ലാലേട്ടനല്ല ഉദ്ദേശിച്ചത്, ഫാൻസിനെ. ലാലേട്ടൻ ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ വലിയ പ്രസ്ഥാനം കിടക്കുന്നുണ്ട്. അല്ല, അത് പ്രസ്ഥാനം കടന്നു കഴിഞ്ഞാലും ഈ ട്രൂ ഫാൻസിന് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഇത് വിമർശിക്കുന്നത്. കാരണം ഇതേ ഞാൻ തന്നെ ലാലേട്ടൻ എന്തെങ്കിലും ഒരു ചെറിയൊരു പോസിറ്റീവ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ തന്നെ എടുത്ത് കത്തിക്കാറുണ്ട്. കാരണം കാരണം ഞാൻ ട്രൂ ലാലേട്ടൻ ഫാനാണ്. അപ്പോൾ നേര് വന്ന സമയത്ത് എനിക്ക് ലിറ്ററലി ഞാൻ കരഞ്ഞിട്ടുണ്ട് സിനിമ കണ്ടിട്ട്. അതായത് ആ കരഞ്ഞ വെച്ചാൽ ലാലേട്ടൻ കരഞ്ഞു മീൻസ് ഞാനങ്ങനെ സങ്കടം വന്ന് കരഞ്ഞല്ല, അത് നമുക്കൊരു ഇമോഷണലായി വരുന്ന സമയത്ത് കരഞ്ഞു പറഞ്ഞാൽ അപ്പാട് പൊട്ടിക്കരഞ്ഞില്ല, അങ്ങനെ കണ്ണ് നിറഞ്ഞു. കാരണം നേരങ്ങനെ ആ സമയത്ത് കിട്ടിയ ഒരു ജമ്മായിരുന്നു ആ സമയത്ത്. അപാര സിനിമയൊന്നുമല്ല, പക്ഷേ ലാലേട്ടൻ്റെ ആ സാധനം കിട്ടിയ ന്യൂആൻസൻസ് കിട്ടിയപ്പോൾ സന്തോഷം. അപ്പം അതുകൊണ്ട് അല്ലാതെ ഈ അന്തം ഫാൻസിന് എന്തായാലും ദേഷ്യം കാണുമല്ലോ. അതിപ്പം ലാലേട്ടൻ ഫാൻസിന് മാത്രമല്ല, മമ്മൂക്ക ഫാൻസ് എന്നോട് ദേഷ്യമുള്ള ആൾക്കാരെ കൂടുതൽ. അപ്പം ഇതിങ്ങനെ പേടിച്ചു കഴിഞ്ഞാൽ ഈ പണി നടക്കൂല. എനിക്ക് തോന്നുന്നു മലയാളത്തിലൊക്കെ ആദ്യമായിട്ടായിരിക്കും ഒരാൾ മറ്റുള്ളവരുടെ ദേഷ്യം വിറ്റ് കാശാക്കുന്നത് കണ്ടിട്ടുള്ളത്. അല്ല, ഇത് ഞാൻ അശ്വന്തിന്റെ റിവ്യൂ കാണാൻ കയറുന്നത് ഇവൻ എന്താ പറഞ്ഞേക്കണെന്ന് പറയാൻ വേണ്ടിയിട്ട് ശത്രുക്കളായിരിക്കും മെജോറിറ്റി കാണാൻ ചിലപ്പോൾ കയറുന്നത്. പകുതിക്ക് മുകളിൽ ചിലപ്പോൾ അവരായിരിക്കും ഇവൻ എന്തായിരിക്കും നമ്മുടെ പടത്തിനെ പറ്റി പറഞ്ഞേക്കണേ. അല്ല, അത് മനഃപൂർവ്വം വിറ്റ് കാശാക്കുന്നില്ല, കാശ് വരുന്നതാണ് സംഭവം. ഞാനതൊരു അലങ്കാരികമായിട്ട് മനസ്സിലായി. ഈ അതുപോലെ റിവ്യൂ ചെയ്യുമ്പോൾ ഞാൻ ഒരുപാട് കണ്ടിട്ടുള്ളതാണ്. ഇപ്പം മോഹൻലാൽ എന്നൊരു പേര് പറയുമ്പോഴും എപ്പോഴും പറയും ഇങ്ങനെ മോഹൻലാൽ എന്ന് പറയും,
DQ എന്ന് പറയുമ്പോൾ തീർക്കാൻ പറ്റും തീർക്കടാ എന്ന് പറയും, ഷൈൻ ഡോ എന്ന് പറയുമ്പോൾ എന്ന് പറയും. ഉണ്ട്. ഇതിന്റെ ആവശ്യം എന്താണ്? അവരെ ശരിക്കും പേഴ്സണലി വ്യക്തിഗത ചെയ്യുന്നല്ലേ ശരി? അവരെ ഏതെങ്കിലുമൊക്കെ സിനിമകൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് എപ്പോഴും മിമിക്രി കൂടെ നിരോധിക്കേണ്ടി വരും. കാരണം മിമിക്രിക്കാർ എന്താ കാണിക്കുന്നത്? മരിച്ചുപോയ ആൾക്കാർ വരെ കാണിക്കുന്നുണ്ട്, ജയനെയും സത്യനെയും. അവരെ കളിയാക്കുന്നില്ലല്ലോ. പിന്നെ കളിയാക്കല്ലാതെ അശ്വന്തൊക്കെ അവരുടെ ഒരു ഏതെങ്കിലും ഒരു സിനിമയിൽ പറഞ്ഞിട്ടുള്ള നെഗറ്റീവ് ഒരു ഡയലോഗ് അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ കയ്യിൽ ഡയലോഗ് തന്നെയല്ലേ പാളിപ്പോയ ഒരു സാധനം എടുത്ത് പറയുന്നതല്ല. പാളിപ്പോയത് നമുക്ക് കുഴപ്പമില്ല, അത് നമുക്ക് പറയാൻ കുഴപ്പമില്ല. കാരണം അത് അവര് പറഞ്ഞിട്ടുള്ള ഡയലോഗ് തന്നെയല്ലേ. അല്ലാതെ പക്ഷെ അത് പ്രയോഗിക്കുന്ന അസ്ഥാനത്തല്ല, അത് ഫ്ലോയിൽ അവരെ കണക്ട് ചെയ്യാൻ വേണ്ടി പറയുന്ന. അതോ ലാലേട്ടൻ എല്ലാവരും ഇമിറ്റേറ്റ് ചെയ്യുന്നില്ലേ, പ്രശ്നമൊന്നുമില്ല. ഓക്കെ, ഞാൻ എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ള കാര്യം അല്ലല്ല, അത് അങ്ങനെ തോന്നി കാണും. പക്ഷെ അത് അപ്പൊ ഞാൻ അങ്ങനെ കൂടെ പറയുന്നതുകൊണ്ടാണ് എന്റെ വീഡിയോ കാണാൻ രസം. അതെ, ഞാനിങ്ങനെ ഇരുന്ന് വാർത്ത വായിക്കും പോലെ പറഞ്ഞു കഴിഞ്ഞാല് ഒരു സുഖമില്ലല്ലോ. മലയാളത്തിലെ മോഹൻലാല്, മമ്മൂട്ടി, സുരേഷ് ഗോപി, ജയറാം, ഈ 4 പേരായിരുന്നു ഒരു സമയത്തുണ്ടായിരുന്നു. പിന്നീട് മോഹൻലാൽ, മമ്മൂട്ടി മാത്രമായി. അത് അവിടേക്ക് ദിലീപിന്റെ എൻട്രി വന്നു. സുരേഷ് ഗോപി താരതമ്യേന അദ്ദേഹത്തിന്റെ സിനിമകൾ കുറഞ്ഞു വരുന്നു. ആ സമയത്ത് ജയറാം ഈ ഒരു താരനിരയിൽ നിന്ന് മാറി അന്യഭാഷയിലേക്ക് പോകുന്നു, അവിടെ സപ്പോർട്ടിങ് ക്യാരക്ടേഴ്സ് ചെയ്യുന്നു. പിന്നീട് മമ്മൂട്ടി, മോഹൻലാൽ എന്നുള്ള 2 പേരിലേക്ക് സിനിമ ഒതുങ്ങുന്നു. പിന്നീട് ദിലീപിന്റെ പല ഇഷ്യൂസും പിന്നെ അദ്ദേഹം മാറുന്നു. ആ സ്ഥാനത്തേക്ക് പലരും വന്ന് പൃഥ്വിരാജ് വരുന്നു പോകുന്നു. പക്ഷെ ഇപ്പോഴും മമ്മൂട്ടി, മോഹൻലാൽ മാത്രം നിൽക്കുന്നത്. സുരേഷ് ഗോപി വീണ്ടും ചില സിനിമകളിൽ തിരിച്ചു വരുന്നു. പിന്നെ അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് പോകുന്നു. ഈ ജയറാമിന്റെ ഒരു കരിയർ ഒരു റിവ്യൂവർ എന്നുള്ള രീതിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം മറ്റു ഭാഷയിൽ പോയി പല സൈഡ് വേഷം ചെയ്തു. ഇപ്പം കാളിദാസൻ പറഞ്ഞു നല്ല പൈസ കിട്ടും അതുകൊണ്ടാണ് പോണേ, തമാശ രീതിയിലാണ് ജയറാം തിരുത്തി. ഇദ്ദേഹത്തിന്റെ ഒരു കരിയർ പഴയ ഒരു സ്റ്റാർഡം നഷ്ടമായതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്തായിരിക്കും തോന്നുന്നത് ഒരു റിവ്യൂവർ എന്നുള്ള നിലയിൽ? അല്ല, ജയറാമിന് പണ്ടേ സ്റ്റാർഡും ഇല്ല. സ്റ്റാർഡം എണ്ണുന്ന ഒരാളാണ് ജയറാമിന്റെ ബേസിക് പ്രശ്നം. ഞാൻ മനസ്സിലാക്കിയത് പുള്ളിക്ക് സ്വാഗ് ഇല്ല. പുള്ളിക്ക് ഫാമിലി പടങ്ങള്, ഡ്രാമാറ്റിക് ആയിട്ടുള്ള സിനിമകൾ, സ്റ്റോറി ഓറിയന്റഡ്, പിന്നെ ഓഫ് കോഴ്സ് കോമഡി, അത് പുള്ളി കിട്ടില്ല. അപ്പോൾ CID ഉണ്ണികൃഷ്ണൻ, BA ഒക്കെ ഞാൻ ഇപ്പോഴും ഇടയ്ക്ക് എടുത്ത് കാണാറുണ്ട്. പുള്ളിയുടെ പഴയ സിനിമകളൊക്കെ എനിക്കിഷ്ടം. മറ്റേ പുള്ളി പളനിയിലെ മറ്റേ ഉച്ചയ്ക്ക് അതിന് പുള്ളി ഫിറ്റായിരുന്നു. പുള്ളിക്ക് ടൈലർ മെയ്ഡ് റോൾസ് ആയിരുന്നു അതൊക്കെ. പുള്ളി കിട്ടലായിട്ട് ചെയ്യുകയും ചെയ്യും, കൈനിട്ടും ചെയ്യും. പിന്നെ ദിലീപിന് എൻട്രി വന്നതോടെ ദിലീപിന് ജയറാമില്ലാത്തൊരു സംഭവമുണ്ട്, സ്വാഗ്. ജയറാമിന്റെ പഴയ സിനിമകൾ ഇപ്പോൾ എടുത്ത് നോക്കിയാൽ മതി, പുള്ളി സ്വാഗ് കാണിക്കുന്ന സമയത്ത് അങ്ങ് സുഖമില്ല. സ്ക്രീൻഷോട്ട് അടിച്ചാൽ പണി പാടും. പുള്ളി ഏറെ പിടിക്കുന്നതും ആറ്റിറ്റ്യൂഡ് ഇടുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. പാപ്പ ആ ലെവലിലായി പോകും. ദിലീപിന് അതല്ല. ദിലീപ് ഇപ്പോൾ റൺവേ ചെയ്ത് കഴിഞ്ഞാൽ ഈവൻ ദിലീപിന്റെ കോമഡി സിനിമയായിട്ടുള്ള CID മൂസയെ പോലും ദിലീപിന് സ്വാഗ് ഉണ്ട്. അപ്പം ജയറാമിന്റെ എല്ലാ ക്വാളിറ്റീസും ഉള്ള ഒരു നടൻ പ്ലസ് സ്വാഗ് വന്നപ്പോൾ ദിലീപ് ഓഫ് കോഴ്സ് സ്റ്റാറായി. ഈ സ്റ്റാർ ഓറ ഇല്ലാത്ത ആൾക്കാരെ സ്റ്റാറാകാൻ പറ്റില്ല. അപ്പോൾ അവിടെ ജയറാമിന്റെ ഗ്യാപ്പിലേക്ക് ദിലീപ് കയറി വന്ന് ദിലീപിനെ കൊണ്ടുവന്നതിന് ജയറാമും ദിലീപ് തന്നെ പറഞ്ഞു. അപ്പം സ്വാഭാവികമായിട്ട് നമ്മളൊരു ക്യാരക്ടർ എഴുതി നമ്മൾ കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് ജയറാം ഓർ ദിലീപ് എന്ന ഓപ്ഷൻ വന്നാൽ സ്വാഭാവികമായിട്ടും ദിലീപിനത് പോവാം. ഇപ്പം റൺവേ ഇപ്പം മമ്മൂക്ക് വെച്ച പടാന്ന് ആദ്യം പറയുന്നത്. അടുത്ത ദിലീപിനും അതൊരിക്കലും ജയറാമിന് പോവില്ല. ഇപ്പോൾ CID മൂസ ജയറാമിന് പോവില്ല, കാരണം പറഞ്ഞ സ്വാഗ് ജയറാമിന് കിട്ടൂല. അപ്പം അങ്ങനെ വന്ന് പുള്ളിയുടെ നാച്ചുറൽ സ്വാഗില്ലായ്മ കൊണ്ട് പുള്ളി ഫില്ലോട്ടായി പോയതാണ്. പിന്നെ പുള്ളി പറഞ്ഞ പോലെ അന്യഭാഷയിൽ പോവുകയും ചെയ്തു. അതാണ് ഞാൻ മനസ്സിലാക്കുന്നത്.